കൊക്കോസ് ജനതാ പാർട്ടി ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തരത്തിൽ ചർച്ചകൾക്ക് വിധേയമായ ഒരു പാർട്ടിയല്ല, ഒരു ഓർഗനൈസേഷനാണ്. ഇപ്പം ഏറ്റവും പുതുതായിട്ട് ഇന്ത്യ മുന്നണിക്കുള്ളിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ അംഗീകരിക്കണോ അതോ വേണ്ടയോ എന്നുള്ളതാണ് വലിയ ചർച്ചാ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം നിലവിൽ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള പ്രക്ഷോഭം, അതേസമയം തന്നെ പാർലമെൻറ്റിൽ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. വർഷകാല സമ്മേളനം പാർലമെൻറ്റ് ആരംഭിച്ചിരിക്കുന്നു, തിങ്കളാഴ്ച ആരംഭിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയം ജന്തർ മന്ദിറിലും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിലും വലിയ തരത്തിൽ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രക്ഷോഭം ഇന്ത്യ മുന്നണി ഉന്നയിക്കുമ്പോൾ അതേ ഇന്ത്യ മുന്നണിയുടെ ഉള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഈ CJPയെ വല്ലാണ്ട് കോൺഗ്രസ് ഭയപ്പെടുന്നു എന്നുള്ള കാര്യം പുറത്തോട്ട് വരുന്നുണ്ട്. മറ്റൊന്നല്ല, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, കോൺഗ്രസിൻ്റെ മുഖ്യ നേതാക്കന്മാരാരും ഈ പറയപ്പെട്ട രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാൽ പോലത്തെ പല നേതാക്കന്മാരും, മുതിർന്ന ഒരു നേതാവും ഇന്നേ വരെ CJPയുടെ സമരത്തിൽ പങ്കുചേർക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനൊരു കാരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, 2013 അന്ന ഹസാരയുടെ ഒരു മൊമെൻ്റ് ഉണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പല പാർട്ടിക്കാരും ഇതിന് സപ്പോർട്ട് കൊടുത്തു എന്നുള്ളത് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ച് വായിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, അവർക്ക് വേണ്ട ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, ആ സമരത്തിൽ വേദി പങ്കിടുന്നു. മാത്രമല്ല, പല നേതാക്കന്മാരും, പല മമതാ ബാനർജിയെ പോലത്തെ, അഖിലേഷ് യാദവിൻ്റെ SP പോലത്തെ RJD നേതാക്കന്മാർ, പല നേതാക്കന്മാർ ഇന്ത്യ മുന്നണിയിലെ CPM-ഉം CPI-യും അതുപോലെ തന്നെ ഡൽഹിയിലെ ഐസ പോലത്തെ സംഘടനകളടക്കം ഈ വിഷയം ബന്ധപ്പെട്ടും കണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വല്ലാണ്ട് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ഈ വിഷയം ബന്ധപ്പെട്ട് യാതൊരുവിധ പിന്തുണയോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസോ ഈ ഒരു സമരവേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പലതരത്തിലുള്ള ചർച്ചാ വിഷയമാവുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇന്നലെ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ CPM-ഉം കോൺഗ്രസും വാക്കുതർക്കമുണ്ടായി എന്നുള്ള കാര്യത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നത്. CPM-ൻ്റെ നേതാക്കന്മാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് CJPയുടെ സമരത്തിന് പിന്തുണ കൊടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് പറയുന്നത് അത് RSSൻ്റെ ലേബലിൽ നടക്കുന്ന, RSSനും BJPക്കും വേണ്ടി നടക്കുന്ന ഒരു പ്രവർത്തനമാണെന്നുള്ളതും അതിന് വഴിവെട്ടാൻ തങ്ങൾക്ക് തയ്യാറല്ല എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസ് പറയുന്നത്. ഇതിൻ്റെ പേരിൽ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ഇന്നലെ ഇന്ത്യ മുന്നണിക്കുള്ളിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിന്ന് വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് CJPയുടെ ഈ പ്രൊട്ടസ്റ്റിനെ ഭയക്കുന്നത് എന്നുള്ളതും എന്തുകൊണ്ടാണ് സപ്പോർട്ട് കൊടുക്കാത്തത് എന്നുള്ളതും ഇന്ത്യ മുന്നണിയിലെ മറ്റെല്ലാ നേതാക്കന്മാരും, മറ്റെല്ലാ പാർട്ടികളും, മറ്റെല്ലാ അനുയായികളും, മറ്റെല്ലാ പ്രവർത്തകരും ഇത്തരത്തിൽ കൊക്കോച്ച് ജനതാ പാർട്ടിക്കും അഭിഷേക് ദീപക്കും വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നു. സോനം വാങ്ചുങ്ങിൻ്റെ സമരത്തിന് പൂർണ്ണ പിന്തുണ അർപ്പിക്കുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ അല്ലെങ്കിൽ പ്രബല പാർട്ടിയായ 99 സീറ്റുള്ള ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC എന്ന് പറയുന്ന പാർട്ടി യാതൊരുവിധ പിന്തുണയും കൊടുക്കുന്നില്ല എന്നുള്ളതും ഇതിൽ ഏറ്റവും പ്രത്യേകത നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ വശങ്ങൾ പോയി നമ്മൾ അന്വേഷിച്ച് പോയി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 2013 UPA സർക്കാർ ഭരിക്കുമ്പം അന്ന് UPA സർക്കാരിൻ്റെ വലിയ തരത്തിൽ 2G സ്പെക്ട്രം പോലത്തെ വലിയ തരത്തിലുള്ള അഴിമതി നടന്നപ്പോൾ അതിനെതിരെ അന്ന ഹസാരയുടെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യ അഗെയിൻസ്റ്റ് ടു കറപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു അന്ന ഹസാര മുമ്പോട്ട് വെച്ചത്. അന്ന് അന്ന ഹസാരയുടെ ഈ മൊമെൻറ്റിൽ ഈ പറഞ്ഞ പോലെ അതിനെ സ്പോൺസേർഡ് ചെയ്തത് BJP ആണ് എന്നുള്ളത് പിൽക്കാലത്ത് പല മാധ്യമപ്രവർത്തകരും പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അവർ പറയപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, അന്ന ഹസാരയുടെ മൊമെൻറ്റിന് ശേഷം 2014 നടന്ന തെരഞ്ഞെടുപ്പിലാണ് BJP ഭരണത്തിലേറുന്നു എന്നുള്ളതും മാത്രമല്ല, അന്ന ഹസാരയുടെ മൊമെൻറ്റിൽ പങ്കെടുത്തതോടുകൂടി ആം ആദ്മി നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലടക്കം, ഡൽഹി, പഞ്ചാബ് അതുപോലെ തന്നെ ഹരിയാന പല സംസ്ഥാനങ്ങളും അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, ഡൽഹിയിൽ സീറ്റ് പിടിച്ചെടുക്കുന്നു. 2014 തുടക്കത്തിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ് ഭരണത്തിലേറിയത് എന്നുണ്ടെങ്കിൽ പോലും ഒരു വർഷം തികയുന്നതിന് മുമ്പ് ആ ഒരു സഭ വീഴുകയും വീണ്ടും ഇലക്ഷൻ നടക്കുകയും ആ ഒരു ഇലക്ഷനിൽ വലിയ തരത്തിലുള്ള ഭൂരിപക്ഷവുമായി ആം ആദ്മി പാർട്ടി വരികയും പിന്നീട് നടന്ന ഇലക്ഷനിലും ആം ആദ്മി പാർട്ടി വിജയിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. എന്തിനേറെ പറയുന്നു, ഇപ്പം നടന്ന ഈ ഇലക്ഷനിൽ പോലും അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തോറ്റത് വെറും 4% വോട്ട് വ്യത്യാസത്തിൽ മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് ഇനിയും നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ RSS ആണ്. അതുകൊണ്ട് ഇതിന് യാതൊരുവിധ പിന്തുണയും കൊടുക്കേണ്ടതില്ല. ഇനി ഇത്തരത്തിൽ പിന്തുണ കൊടുത്താൽ 2013 ഞങ്ങൾ പിന്തുണ കൊടുത്തോടുകൂടി 2013 ഈ പറഞ്ഞ പോലെ അന്ന ഹസാരയുടെ ഇന്ത്യ അഗെയിൻസ്റ്റ് ടു കറപ്ഷൻ്റെ ആ ഒരു മൊമെൻറ്റ് കോൺഗ്രസിനാണ് തിരിച്ചടി ഉണ്ടായത്. അത് വലിയ തരത്തിലുള്ള BJPയുടെയും RSSൻ്റെയും വളർച്ചയിലോട്ടും മറ്റ് ചെറിയ തരത്തിലുള്ള പാർട്ടികളുടെ വളർച്ചയിലോട്ടും അത് ചേർന്നു എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇനി പുതിയൊരു സമരം നടക്കുമ്പോൾ, ഇനി ഒരു പുതിയ റെവല്യൂഷൻ നടക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കേണ്ടതില്ല എന്നുള്ളതും, അഭിജിത് ദീപ്കയും അല്ലെങ്കിൽ കൊക്കോച്ച് ജനതാ പാർട്ടിയും ഇപ്പോൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ സമരം BJP RSS സ്പോൺസേർഡ് ആണ് എന്നുള്ള തരത്തിലാണ് കോൺഗ്രസ് പറയുന്നത്. ഇത് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ തുറന്നു പറയുന്നു. പക്ഷേ
ബാക്കി പല നേതാക്കന്മാർ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലാണ് അവർ കാഴ്ചവെക്കുന്നത്. എന്തിനേറെ പറയുന്നു, രാഹുൽ ഗാന്ധി പോലും ഈ വിഷയം ബന്ധപ്പെട്ടും കണ്ട് മൗനത്തിലാണ് ഇരിക്കുന്നത്. കാരണം അദ്ദേഹം പോലും ഭയപ്പെടുന്നു ഇത് BJP സ്പോൺസേഡ് ആണോ, അതല്ല 2013 ഈ പറഞ്ഞ പോലെ അന്നാസാരുടെ മൊമെന്റ് BJPക്ക് ഉപകാരപ്രദമായതുപോലെ ഈ ഒരു മൂവ്മെന്റ് വീണ്ടും BJP 2029 ഇലക്ഷനിലോട്ട് എത്തുമ്പോൾ വീണ്ടും വിജയിപ്പിക്കാനുള്ള BJPയുടെയും RSSന്റെയും ഗൂഢതന്ത്രമാണോ എന്ന് ഭയക്കുന്ന ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം കോൺഗ്രസിൻ്റെയും പല നേതാക്കന്മാരും, അത് യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ ഇന്നേ വരെ CJPക്ക് സപ്പോർട്ട് കൊടുക്കാത്തതും. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഇത്തരത്തിൽ ഇന്ത്യയുടെ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമുക്കറിയാം നീറ്റ് പേപ്പർ, UGC നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൽ വരുന്ന തിരുത്തലുകൾ, വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ആവശ്യം വരുന്നു. അപ്പം ഇതൊക്കെ ബന്ധപ്പെട്ട് കണ്ട് ഈ വിദ്യാഭ്യാസ വകുപ്പും ധർമ്മേന്ദ്ര പ്രധാനും വലിയ തരത്തിലുള്ള ആരോപണ വിധേയനാകുമ്പോഴും കോൺഗ്രസ് വലിയ തരത്തിലുള്ള മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ആ പഴയ പ്രതാപകാലത്തിലോട്ട് കോൺഗ്രസ് ഇനി തിരിച്ചെത്തുമോ എന്നുള്ള തരത്തിലുള്ള വലിയ ചോദ്യചിഹ്നമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം BJP വലിയ തരത്തിൽ അതിനെ എതിർക്കുന്നു. ഇന്ന് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജന്തർ ഈ പറഞ്ഞ പോലെ സേനകളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നു. പാർലമെന്റിലൂടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രവർത്തകരൊക്കെ ഇത്തരത്തിൽ അവിടെ കൂടി നിൽക്കുകയും അവിടെ എല്ലാം അവിടുന്ന് മാറ്റപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. വലിയ തരത്തിലോട്ട് രാജ്യതലസ്ഥാനം പ്രക്ഷുബ്ധമാകുന്നു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നറിയാണ്ട് വലഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. സപ്പോർട്ട് ചെയ്യണോ അതോ സപ്പോർട്ട് വേണ്ടയോ, സപ്പോർട്ട് ചെയ്താൽ ഇതിൻ്റെ ഉപകാരം BJPക്കും മറ്റ് പാർട്ടികൾക്കും കിട്ടുമോ, അതല്ല സെപ്പറേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ തങ്ങൾക്ക് നിലനിന്ന് പോകാൻ പറ്റും എന്നുള്ള തരത്തിലെല്ലാം വ്യാഖ്യാനങ്ങളും മുറുമുറുപ്പും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങൾ കാത്തിരുന്ന് കാണാം കോൺഗ്രസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നിലപാടെടുക്കും എന്നുള്ളതും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ മറ്റ് പ്രമുഖ പാർട്ടികളെല്ലാവരും പിന്തുണക്കുമ്പോൾ, അണിനിരക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രമുഖ പാർട്ടി മാത്രം അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അവർ ഈ ഭയപ്പെടുന്നത് അന്നാ ഹസാരുടെ മൊമെന്റ് പോലെ BJP ആസൂത്രണം ചെയ്ത അല്ലെങ്കിൽ RSS ആസൂത്രണം ചെയ്ത ഒരു പ്രോഗ്രാം മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭം എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഈ ഒരു നിരാഹാര സമരത്തിന് പിന്തുണ കൊടുക്കേണ്ടതില്ല എന്നുള്ളതും. സോനം വാങ്ചുങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP പല നേതാക്കന്മാരും പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അദ്ദേഹം ഇന്ത്യക്കാരനല്ല എന്നുള്ള തരത്തിലും യഥാർത്ഥ ഇന്ത്യ സ്നേഹിയല്ല എന്നുള്ള തരത്തിലും അദ്ദേഹത്തിൻ്റെ പൗരത്വം പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലോട്ട് BJPയിലെ പല മുതിർന്ന നേതാക്കന്മാർ മുമ്പോട്ട് വരുന്നു. നമുക്കറിയാം അദ്ദേഹം പ്രാഥമിക സ്കൂൾ പോലും പഠന കാര്യങ്ങളെല്ലാം സ്കൂളിൽ പോയിട്ടല്ല പഠിച്ചത്, അതല്ലാണ്ട് സമാന്തര രീതിയിലാണ് അദ്ദേഹം പഠിച്ചത്. പക്ഷേ വലിയ തരത്തിൽ യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ പല നോർത്ത് ഇന്ത്യയിലെ പല ഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് നാഗാലാൻഡ്, സിക്കിം, മണിപ്പൂർ പോലത്തെ ഭാഗങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ ലഡാക്ക് പോലത്തെ ഭാഗങ്ങളിൽ, കാശ്മീർ പോലത്തെ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആയ കൈമുദ്ര അദ്ദേഹം ചാർത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു വശത്ത് ഭയപ്പെട്ടിരിക്കുന്നു, മറുവശത്ത് BJP പാർലമെന്റിൽ ഈ പറഞ്ഞപ്പെട്ട പോലെ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമായി ബന്ധപ്പെട്ട് BJP മംഗലാപ്പിലാണ്. അപ്പം രണ്ട് പാർട്ടികൾക്കും, ഒരു വശത്ത് BJP, ഒരു വശത്ത് കോൺഗ്രസ്, രണ്ട് പാർട്ടിയും വല്ലാണ്ട് സങ്കടത്തിലാണ്. ഏത് വിഷയത്തിൽ എങ്ങനെ നീങ്ങും എന്നറിയപ്പെടാണ്ട്. ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ സമരം അതോടെ അവസാനിക്കും. പക്ഷെ അപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആര് വരും എന്നുള്ള ചോദ്യത്തിനും ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു കാര്യം ഉറപ്പാണ്, ക്രെഡിറ്റ് എടുക്കാൻ ഒരിക്കലും ഇനി കോൺഗ്രസിന് പറ്റില്ല. കാരണം സമരമുഖത്ത് നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന പാർട്ടി അത് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ഇനി ഒരിക്കലും അത് കോൺഗ്രസിന് കിട്ടില്ല. എന്തായാലും കോൺഗ്രസ് ഭയപ്പെടുന്ന പോലെ ഇതൊരു RSS അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു സമരമാണോ, അതല്ല ഇതിൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ വകുപ്പിനും ധർമ്മേന്ദ്ര പ്രധാനും വേണ്ടി രംഗത്തിറങ്ങിയ ഒരു സമരമാണോ എന്നുള്ളത് നമ്മൾ 2013 തുടങ്ങിയ സാധനം പിന്നീട് കാലം കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത് RSS ആയിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യത്തിലോട്ട് വരുമ്പോൾ 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്ഷോഭം വീണ്ടും RSSും BJPയും തമ്മിൽ കോർത്തിണക്കിയ ഒരു തിരക്കഥ മാത്രമാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ ഒരു വിഷയത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്.